ഹായ് ഹലോ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിപ്പോൾ ഇങ്ങനെ നമ്മളൊന്ന് പുറത്തിറങ്ങിയതാണ് കേട്ടോ. കാക്ക വന്നാറെ തന്നെ നമ്മൾ വേറെ പുറത്തേക്കൊന്നുമില്ല. കല്യാണം, ഹോസ്പിറ്റൽ കേസ്, കല്യാണത്തിൻ്റെ പരിപാടികളായിട്ട് ഇങ്ങനെ നടന്നെന്നല്ലാതെ വേറെ എവിടേക്കും പോയിട്ടൊന്നുമില്ല. അപ്പം ഇങ്ങനെ ഒരു ദിവസമൊക്കെ ഒന്ന് ഫ്രീ ആയൊരു ദിവസം ഉണ്ടായപ്പോൾ അങ്ങനെ പോവാണ്. അങ്ങനെ വേറെ കാര്യം കിട്ടും, നമുക്ക് ഇങ്ങനെ കണ്ണിൻ്റെ ഹോസ്പിറ്റലൊന്ന് പോവാണ്ട് കണ്ണ് കാണിക്കാൻ. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ആ പോകുന്ന പോക്കിലൊന്ന് ബീച്ചിലൊക്കെ ഒന്ന് പോയി വരാം മക്കളായിട്ടെന്ന് വിചാരിച്ചാണ് ഇങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രാവിലത്തെ ചാടിയൊക്കെ കഴിഞ്ഞിടത്തെ പണിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ 12:30 ആണ് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ വെച്ചാൽ ഫുഡ് വെച്ചിട്ട് കണ്ണ് കാണിക്കാൻ കയറാമെന്ന് വിചാരിച്ച് വരുമ്പോൾ ആ ഹോസ്പിറ്റലിൽ നിന്ന് കയറി. അപ്പോൾ ഒരു 5:30 വരെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ. അങ്ങനെ നമ്മൾ കയറി കോഴിക്കോട് സാഗർ ഹോട്ടലിലാണ് കേട്ടോ നമ്മൾ കയറിയത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരനങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. സബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരനങ്ങളൊന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളെ വിലപ്പെട്ട കമൻറ്റുകൾ, ലൈക്കൊക്കെ ഇടണം. പിന്നെ കേട്ടോ, പിന്നെ എൻ്റെ വ്യൂസിനനുസരിച്ച് കമൻറ്റുകളൊന്നുമില്ല, ഞങ്ങൾ കമൻറ്റുകളൊക്കെ ഇട്ടുകൊണ്ട് എന്ത് പറയുകയാണെങ്കിലും എന്താണ് നിങ്ങൾക്ക് ഉചിതമായി തോന്നുന്ന കാര്യങ്ങൾ ഇതൊക്കെ ഇട്ടുകൊണ്ടിട്ടാണ്. അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്യാൻ അവിടെ ചെയ്യാതിരിക്കുന്ന സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ഇങ്ങനെ ടേബിൾ ഒഴിയുന്നതിനനുസരിച്ച് അവർ വിളിച്ച്. അപ്പോൾ നമ്മളിങ്ങനെ അവിടെ ഇരുന്നാണ്ട് ഇനി ഫുഡൊക്കെ ഓർഡർ എടുത്താണ്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഫുഡ് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാ ചോറും ഇത് തന്നെ പറഞ്ഞിട്ടുള്ളൂ, വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം നമ്മൾ കല്യാണങ്ങൾ, സൽക്കാരങ്ങളൊക്കെ ഞങ്ങൾക്കും ഉണ്ട് കേട്ടോ. കാക്ക പോണോണ്ട് തന്നെ എല്ലാവരും കാക്കിനെ വിളിക്കുന്നുണ്ട്. അപ്പം പിന്നെ നമുക്ക് സൽക്കാരങ്ങളുള്ളതുകൊണ്ട് തന്നെ ഇങ്ങനെ കഴിച്ച് അവന് മതിയായിക്കണം. അപ്പോൾ നമുക്ക് സാധാ ചോറ് മതി എന്ന് കാക്കനെ പറഞ്ഞ്. മക്കൾക്ക് പിന്നെ ചിക്കൻ 65 വാങ്ങിയിട്ടാണ്. പിന്നെ അവർക്ക് പിന്നെ ഒന്നുമില്ല, മീൻ പൊരിച്ചതോ അങ്ങനെ എന്തെങ്കിലും ഒന്നുമില്ല ഞങ്ങൾക്ക് പറ്റില്ല. അപ്പോൾ അതാകുമ്പോൾ പിന്നെ ഇഷ്ടമാണ്. അങ്ങനെ അത് വാങ്ങി ഞങ്ങളിതൊക്കെ കഴിച്ചാണ്ട് പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടോ. അതാണ് ഹോസ്പിറ്റൽ, പുത്തലത്തെ ഈ ഹോസ്പിറ്റലാണ്. ഹോസ്പിറ്റലിൽ കാണിച്ചൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ ഞങ്ങൾ ബീച്ചിലൊന്ന് പോയി വരാമെന്ന് വിചാരിച്ച് അങ്ങനെ ബീച്ചിലേക്ക് പോവുകയാണ്. അപ്പം മനു ക്ലാസ് കഴിഞ്ഞിട്ട് ഓനിപ്പോൾ ഒരു സാപ്പ് പഠിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഓന് അവിടെ കോഴിക്കോടാണ് അവൻ്റെ ക്ലാസ്. പിന്നെ ഇവിടെ പുതിയ ഭാഗത്തോടെ ആണെന്ന് പറഞ്ഞു, എനിക്കറിയില്ല, ഞാൻ കണ്ടില്ല. അപ്പം പിന്നെ ഞാൻ വിളിച്ച് നമ്മളിവിടെ അങ്ങനെ ഉണ്ട് പറഞ്ഞുണ്ട്. അപ്പം പിന്നെ ബീച്ചിലേക്ക് പോവുകയാണെങ്കിൽ വിളിക്കേണ്ടി പറഞ്ഞു. അങ്ങനെ ഞാൻ വിളിച്ചപ്പോൾ ഓന് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി നമ്മൾ വീട്ടിലേക്ക് പോകാൻ ഇറങ്ങീനി. അപ്പോൾ നമ്മൾ ബീച്ചിലേക്ക് പോകേണ്ടപ്പോൾ അങ്ങോട്ട് തന്നെ വന്ന് ഓന് നമ്മളൊക്കെ പിന്നെ കുട്ടികളൊക്കെ ആയിട്ട് ബീച്ചിൽ കളിച്ചിട്ട്. അപ്പം പിന്നെ നമ്മളിത് അവിടെ എത്തിയപ്പോൾ പാർക്ക് ചെയ്യാൻ വല്ലാതെ ബുദ്ധിമുട്ടില്ല കേട്ടോ. പിന്നെ അല്ലാത്ത സമയത്ത് ഞങ്ങൾ വന്നാൽ ഒന്നും കൂടെ ലേറ്റായി വന്നാൽ നമുക്ക് പാർക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാവും. ഇത് പിന്നെ നമ്മളൊരു 4:30 ആകുമ്പോഴത്തെ എത്തിയിട്ടുണ്ട്. പിന്നെ അധിക ദിവസം ഞങ്ങൾ അങ്ങനെ എത്തലില്ല. സൺസെറ്റിൻ്റെ ആ ടൈം ആകുമ്പോൾ എത്താന്ന് പറഞ്ഞാൽ ആ ഒരു ടൈമിലൊക്കെ എത്തലുള്ളൂ. അപ്പോൾ ഈ ടൈമിൽ എത്തിയതുകൊണ്ട് തന്നെ വണ്ടി പാർക്ക് ചെയ്യാൻ നമ്മൾ ബുദ്ധിമുട്ടായിട്ടില്ല. അങ്ങനെ വർക്കൊക്കെ ചെയ്ത് മനു ഇവിടെയൊക്കെ എത്തിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ മക്കളായിട്ട് ഓല് രണ്ടാളും ഇങ്ങനെ കളിക്കുകയാണ് കേട്ടോ. റിഫും മനുവാണ് കുട്ടികളെ ശ്രദ്ധിച്ച് നോക്കണേ. ഞാനും കാക്കി അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. മനു ഉള്ളതുകൊണ്ട് പിന്നെ ഇപ്പം ഇങ്ങനെ കളിയാക്കുന്നുണ്ട്. മനു ഗൾഫിൽ നിന്ന് പറയുന്നതാണ് കെയർ ടേക്കർ എന്ന്. അപ്പോൾ ഓനെങ്ങനെ കുട്ടികളെ ഇതാക്കിക്കോളൂ കേട്ടോ, അതൊന്നും പ്രശ്നമില്ല. ഓന് ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ അസാനുവിനെ പേടി, അസാനൊരു പെട്ടെന്നൊരു പാച്ചിലാണ്. ഷാദിമോനൊക്കെ പിന്നെ പോണതിനൊരു ലിമിറ്റ് ഉണ്ടാവും. ഇന്നോനും ഇപ്പം പേടിയൊന്നുമില്ല. ഇന്നാദ്യം നല്ല പേടിയേനി, കടലും പേടിയേനി, പൂയിൽ നിൽക്കൂലേനി, മണലിൽ കാലുകൊണ്ട് പൊന്തിച്ചൊക്കെ ചെയ്യാൻ നിലത്ത് വെച്ച് ആ തരി കാൽമ തുടങ്ങുന്നതൊന്നും ഇഷ്ടമല്ലേനി. ഇപ്പം അങ്ങനെയല്ല, ഇപ്പം ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ഇറങ്ങാനും പേടിയില്ല, പൂയിത്തരി കാൽമലായിട്ടൊന്നും ഒരു പ്രശ്നമില്ല. ഇപ്പോൾ ചെറുക്കാണ്ട് ഇറങ്ങണം. അപ്പം മനു പിടിച്ചിങ്ങനെ നിൽക്കുക, കുറച്ച് ഓനൊന്ന് ആക്കിയൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ അത്രയൊക്കെ ചെയ്യണുള്ളൂ. പിന്നെ അവസാനം പോകാനും ഒരു അരമണിക്കൂർ, അതിനകത്തൊന്നും നേരം നിന്നില്ല കേട്ടോ. നമ്മൾ പിന്നെ മരിപ്പാകുമ്പോൾ അതിൻ്റെ മുന്നേ തന്നെ നമ്മൾ ഇറങ്ങിയിരിക്കണേ. അങ്ങനെ പിന്നെ മോക്ക് മോമോസ് എന്ന് പറഞ്ഞ് പൂതി ഉണ്ട് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു കട മനു പറഞ്ഞെന്നാണ് ഈ കട. അങ്ങനെ ഇവിടെ വന്നാലും നമ്മളെല്ലാവരും കൂടെ കഴിച്ചിട്ടാണ്. നമ്മൾ സ്റ്റീം ചെയ്തതും പിന്നെ ഫ്രൈ ചെയ്തതുമാണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്ത്. 2 ഓർഡർ ചെയ്ത് കണ്ട് തിന്ന്. അവിടെ അതിനകത്തൊന്നും ഉണ്ടാവില്ല, നല്ല റേറ്റും ആവും. അങ്ങനെ അതൊക്കെ കഴിച്ച് പിന്നെ അതൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ പോയി. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൻ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ അതൊക്കെ കഴിച്ചാണ് പിന്നെ ഞങ്ങൾ പോയി. മനുവിന് ബൈക്കുമ്മലാണല്ലോ, അവന് ബൈക്കുമ്മലും പോയി, ഞങ്ങൾ കാറിലും പോയി. അപ്പോൾ ഞങ്ങൾക്ക് ഇനി പിന്നെ നാട്ടിലെത്തിയിട്ട് അവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് എനിക്ക്. പിന്നെ സാധനങ്ങളൊന്നും മര്യാദയ്ക്ക് വാങ്ങിയിട്ടില്ല വന്നാരെ. പിന്നെ കല്യാണമൊക്കെ ആയതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ വാങ്ങി വെച്ചിട്ടുള്ളൂ. പിന്നെ സൽക്കാരമാകുമ്പോൾ സൽക്കാരത്തിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങി. പിന്നെ ചോറും കാര്യങ്ങളൊക്കെ അന്ന് ഓർഡർ ചെയ്യുന്നു. അപ്പം പിന്നെ പോരാത്ത സാധനങ്ങളൊക്കെ വാങ്ങണ്ട. അപ്പോൾ ഞങ്ങൾ അടുത്തുള്ളൊരു സൂപ്പർ മാർക്കറ്റിൽ തന്നെ പോയി അതൊക്കെ വാങ്ങി പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോയി. ഇത്രയുള്ളൂ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അസ്സലാമു അലൈക്കും.